പത്തനംതിട്ട മണ്ഡലത്തിൽ താമര ചിഹ്നത്തിന് മാത്രം വോട്ട് വീഴുന്നില്ലെന്നാണ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ സുരേന്ദ്രന്റെ ആരോപണം. പല മണ്ഡലങ്ങളിലും താമര ചിഹ്നത്തിന് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ പരാതി നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പത്തനംതിട്ടയിലെ വിവിധ ബൂത്തുകളിൽ താമര തെളിഞ്ഞില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏകാദി, മംഗലം, കോന്നി എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ ബാലറ്റ് യൂണിറ്റിൽ താമര ചിഹ്നം കാണാനില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു. ഇവിടെയും പോളിംഗ് നിർത്തിവെച്ച് തകരാർ പരിശോധിച്ചു വരികയാണ്. തകരാറുകളെ തുടർന്ന് ഇവിടങ്ങളിലെല്ലാം പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നത് വോട്ടർമാരെ തന്നെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഏറെ നേരം കാത്തുനിന്ന ചില വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങി. മെഷീനുകളുടെ തകരാർ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. എന്നാൽ കോവളം നിയമസഭാ മണ്ഡലത്തിലെ ചൊവ്വര 151 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര പിഴവുണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ വാസുകി തന്നെ രംഗത്തെത്തി അറിയിച്ചിരുന്നു. ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുന്നത്? അത് സാങ്കേതികമായി തന്നെ അസാധ്യമാണ് എന്നാണ് വാസുകി പറയുന്നത്. എന്തായാലും തടസ്സമില്ലാതെ വോട്ടെടുപ്പ് നടക്കുന്നതായും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രത്തിലെ പിഴവ് അസാധ്യമാണെന്നും ഇക്കാര്യം ജില്ലാ കളക്ടർ പരിശോധിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴയിലെ ചേർത്തലയിലും തിരുവനന്തപുരത്തെ കോവളത്തും കൈക്ക് കുത്തുമ്പോൾ താമരയ്ക്കാണ് വോട്ട് പോകുന്നത് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് ആ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് കളക്ടർ വാസുകി തന്നെ റിപ്പോർട്ടുകൾ തന്നിരിക്കുന്നു. ചേർത്തലയിൽ ഇപ്പോൾ LDF പ്രതിഷേധത്തിലാണ്. അവിടെയും കൈപ്പത്തിക്ക് കുത്തുമ്പോൾ താമരയ്ക്കാണ്. വോട്ടിംഗ് യന്ത്രത്തിൽ മാരക തകരാറുകളുണ്ട്. ഇന്ന് പല ഭാഗത്തും പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുകൾ പല ഭാഗത്തും റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ രംഗത്തെത്തുന്നത്. പത്തനംതിട്ടയിൽ താമരയ്ക്ക് കുത്തുന്ന വോട്ടൊന്നും കിട്ടുന്നില്ല, വോട്ട് മാറിപ്പോകുന്നു, യന്ത്രത്തിന് തകരാറുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.